പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കേരള കോൺഗ്രസ് ജെ-വിഭാഗം നേതാവ് പി.ജെ. ജോസഫും തമ്മിൽ നിർണായക കൂടിക്കാഴ്ച നടന്നു. ആലുവ പാലസിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടന്നത്. മോൻസ് ജോസഫും ഫ്രാൻസിസ് ജോർജ് എം.പിയും പങ്കെടുത്തു. സീറ്റുകൾ വെച്ചുമാറുന്നതായി ബന്ധപ്പെട്ടാണ് ഉഭയകക്ഷി ചർച്ച നടന്നത്. ഇടുക്കി സീറ്റ് കോൺഗ്രസ് ആവശ്യപ്പെട്ടെങ്കിലും വിട്ടുനൽകാനാകില്ലെന്ന് പി.ജെ. ജോസഫ് വ്യക്തമാക്കി. പിന്നാലെ കേരള കോൺഗ്രസുമായി സീറ്റ് വിഭജനം പൂർത്തിയായെന്നും തർക്കങ്ങളൊന്നുമില്ലെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. എത്ര സീറ്റാണ് നൽകുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ന് വ്യക്തത വരുത്താമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. എന്നാൽ സീറ്റ് ചർച്ചയിൽ ധാരണയായിട്ടില്ല എന്നാണ് പി.ജെ. ജോസഫ് പറയുന്നത്. 2 ദിവസത്തിനകം തീരുമാനമാകുമെന്നും ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്നും പി.ജെ. ജോസഫ് വ്യക്തമാക്കി. കോൺഗ്രസുമായി വീണ്ടും ചർച്ച നടത്തുമെന്ന് മോൻസ് ജോസഫ് പറഞ്ഞു. ടീം UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് തീയതികളാണ് പ്രഖ്യാപിച്ചത്. അസമിലും കേരളത്തിലും പുതുച്ചേരിയിലും ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ് നടക്കുക. തമിഴ്നാട്ടിൽ ഏപ്രിൽ 29-ന് വോട്ടെടുപ്പ് നടക്കും. ഒറ്റഘട്ടമായാണ് 3 സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. പശ്ചിമബംഗാൾ 2 ഘട്ടമായാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. ആദ്യഘട്ടം ഏപ്രിൽ 23-നും 2ാം ഘട്ടം ഏപ്രിൽ 29-നും നടക്കും. മെയ് 4-നായിരിക്കും 4 സംസ്ഥാനങ്ങളിലെയും വോട്ടെണ്ണൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് തീയതികൾ പ്രഖ്യാപിച്ചത്.